ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് മൂവീസിന്റെ OTT അപ്ഡേറ്റ്സ് ഉണ്ട്. നേരെ വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് മൂവി ജ്വൽ തീഫ്. ഇതൊരു ഹിന്ദി മൂവിയാണ്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 25 ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ മൂവി ചോരി 2. ഇതൊരു ഹിന്ദി മൂവിയാണ്. ഈ മൂവിയും ഏപ്രിൽ 11 ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ആവുകയാണ്. മൂന്നാമത്തെ മൂവിയാണ് ടെസ്റ്റ്. നയൻതാര, സിദ്ധാർത്ഥ് മാധവനൊക്കെ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന ക്രിക്കറ്റ് ബേസ്ഡ് മൂവിയാണ് ടെസ്റ്റ് മൂവി ഏപ്രിൽ 4 നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയാണ്. നാലാമത്തെ മൂവി പ്രാൻകുഡ് ഷാപ്പ്. ബേസിൽ ജോസഫ്, സൗബിനൊക്കെ പ്രധാന കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് വിജയിച്ചൊരു ചിത്രമാണ് പ്രാൻകുഡ് ഷാപ്പ്. സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് സോണി ലൈവ്. 15 മൂവി OTT റിലീസ് ചെയ്യുന്നത്. എന്നാൽ സോണി ലൈവിന്റെ എല്ലാ ചിത്രങ്ങളും ഒരു ദിവസം മുന്നേ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂവിയും ഏപ്രിൽ 10 വൈകുന്നേരത്തോടെ സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും. അഞ്ചാമത്തെ മൂവി ബ്രൊമാൻസ്. തിയേറ്ററിൽ നിന്ന് വൻ വിജയമായ ഒരു ഫൺ കോമഡി എന്റർടൈനർ ചിത്രമാണ് ബ്രൊമാൻസ്. അർജുന അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ്, സംഗീതൊക്കെയാണ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരുന്ന ജിയോ ഹോട്ട്സ്റ്റാർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ OTT റിലീസ് ആവുന്നതാണ്. കമ്മിങ് സൂൺ പോസ്റ്ററിനായി കാത്തിരിക്കാം. ലാസ്റ്റ് മൂവിയാണ് ഒരു ജാതി ജാതകം. തിയേറ്ററിൽ നിന്ന് ഹിറ്റ് അടിച്ചിട്ടുള്ള ചിത്രമാണ് ഒരു ജാതി ജാതകം. സിനിമ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് നിഖില വിമലും വിനീത് ശ്രീനിവാസനുമാണ്. ഈ മൂവിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സും പ്രൈം വീഡിയോസും ചേർന്നാണ്. പ്രൈം വീഡിയോസിലൂടെ മൂവി ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് കാണാനായി നേരത്തെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ നാളെ ഏപ്രിൽ 1 മൂവി OTT റിലീസ് ചെയ്യുകയാണ്.